ഹലോ. വളരെ സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു പുതിയ ഓൺലൈൻ സംരംഭം കൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന്. ഒരു ഫാഷൻ സ്റ്റോറാണ്, പൂർണ്ണമായിട്ടും ഓൺലൈൻ തന്നെയായിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രാരംഭ നടപടികൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഡ്രസ് മെറ്റീരിയൽസും ഓർണമെന്റ്സും അങ്ങനെ എല്ലാം കൂടെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഫാഷൻ സ്റ്റോർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ നടപടികൾ, ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് ബ്ലൗസാണ്. ഫ്രീ സൈസിലുള്ള ബ്ലൗസാണ്. ഇപ്പോൾ ബ്ലൗസിനൊക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നല്ലൊരു എമൗണ്ട് ആണല്ലോ. ഞാൻ ഈ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും സാരിയാണ്, നമ്മൾ വീഡിയോയിൽ നമ്മളിപ്പോൾ ചുരിദാർ എന്തൊക്കെ ആയിരിക്കുമെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനൊക്കെ പോകുമ്പോൾ സാരി ആയിരിക്കും. അപ്പോൾ എനിക്ക് സാധാരണ കട്ടുള്ള അങ്ങനെയുള്ള ബ്ലൗസുകൾ എനിക്ക് അത്രയ്ക്ക് താല്പര്യമില്ല. ഒരു കുറച്ച് ഇതായിട്ട് ഹൈനെക്കോ അല്ലെങ്കിൽ ബോട്ടനെക്കോ അങ്ങനെയൊക്കെ ഉള്ളതാണ് കൂടുതൽ ഞാൻ ഇടാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഇതിപ്പോൾ ഞാനൊരു നാട്ടിൻപുറത്ത് താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾക്കുടെ ഒരു മനസ്സിലുള്ള ഒരു പാറ്റേൺ നമ്മുടെ നാട്ടിലുള്ള ഒരു തയ്യൽക്കാരുടെ അടുത്ത് പറയുമ്പോൾ അത് അത്രയ്ക്കത് പെർഫെക്ഷനോടുകൂടി എനിക്ക് കിട്ടാറില്ല. അപ്പോൾ അതുമല്ല പിന്നെ അത് നല്ല റേറ്റും ആവാറുണ്ട്. പക്ഷെ അത് പെർഫെക്ഷൻ ആവാതിരിക്കുമ്പോഴത്തേക്കും നമുക്ക് വരുമ്പോഴത്തേക്കും ബ്ലൗസ് കിട്ടുമ്പോൾ നമുക്കതൊരു ഭയങ്കര സങ്കടമായിട്ട് വരാറുണ്ട്. മിക്കവാറും ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സാരിയൊക്കെ മാറ്റിയിട്ട് വേറെ കൊടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ നിന്നൊക്കെ നാട്ടിൻപുറത്ത് കിട്ടണമെങ്കിൽ ആ ദിവസം തന്നെയാണ് കിട്ടുള്ളൂ. ആ ദിവസം കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ കിട്ടുന്നത് നമുക്ക് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു പാറ്റേൺ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ പലപ്പോഴും സംഭവിച്ചപ്പോഴാണ് കേട്ടോ ഞാനിങ്ങനെ റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ കാര്യം ഇങ്ങനെ ചിന്തിച്ചത്. അപ്പം നമ്മൾ മിക്കവാറും യാത്രയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ മിക്കവാറും തന്നെ ഇങ്ങനെയൊക്കെയുള്ള ബ്ലൗസുകളൊക്കെ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇതിങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു കൂടാന്നുള്ള ഓർത്തു. അപ്പോൾ നല്ല റീസണബിൾ റേറ്റും ആണ്, നമുക്ക് ഒരു ഇഷ്ടപ്പെടും. നമുക്ക് ആ രീതിയിലുള്ള നമ്മൾ എംബ്രോയിഡറി ബ്ലൗസുകളും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഈ ബ്ലൗസിൻ്റെ ഒരു ഇതിലേക്ക് നമ്മൾ വന്നത്. അപ്പോൾ ആദ്യത്തെ നടപടി എന്നുള്ള രീതിയിൽ നമ്മൾ ബ്ലൗസാണ് കാണിക്കുന്നത്. ഫ്രീ സൈസിലുള്ള ബ്ലൗസാണ്. 34 to 42 വരെയുള്ള അവർക്ക് പാകാവുന്ന രീതിയിലുള്ള ബ്ലൗസാണ്. അപ്പോൾ അത് 42-കാർ ഒന്നുകൂടി കൂടി മെഷർമെൻ്റ് ഒന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. കറക്റ്റ് ആണോ ഒന്നുകൂടി ഒന്നുകൂടി കൺഫേം ചെയ്തിട്ട് വേണം കേട്ടോ ഓർഡർ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിതിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബ്ലൗസുകൾ കാണിച്ചു പോകാം, അതിൻ്റെ കൂട്ടത്തിൽ റേറ്റും കൂടെ പറഞ്ഞു പോകാം കേട്ടോ. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. നമ്മൾ ചെടികൾ ഓർഡർ ചെയ്യുന്ന നമ്പർ അല്ല, രണ്ടും കൂടി ആകുമ്പോഴത്തേക്ക് അത് ക്ലാഷ് ആവണ്ടല്ലോ. അപ്പോൾ വേറൊരു നമ്പറാണ്. അപ്പോൾ അതിലേക്കാണ് നിങ്ങൾ ഈ ബ്ലൗസുകൾക്ക് വേണ്ടി കോൺടാക്ട് ചെയ്യുന്നത്. പിന്നെ മാക്സിമം കമൻ്റ് ഒക്കെ ചെയ്യാട്ടെ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. അല്ലെങ്കിൽ ഏതെങ്കിലും പാറ്റേണൊക്കെ കൊണ്ടുവരണം എന്ന് ആഗ്രഹം. ഞാനിപ്പോൾ കുറേ പാറ്റേണുകളായിട്ട് കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ എണ്ണം കൊണ്ടുവന്നേക്കുന്നത് കുറവാണ്. പാറ്റേണുകൾ കാണിച്ചു പോകും. പിന്നീട് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാം കേട്ടോ. ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെയും കൂടെ അഭിപ്രായം നോക്കിയിട്ട് പിന്നീട് നമ്മൾ കൂടുതൽ റീസ്റ്റോക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കണേ. അപ്പോൾ അതൊന്നനുസരിച്ച് ഒന്ന് കമൻറ്റ് ചെയ്യണം, വാട്സപ്പിലൊക്കെ മെസ്സേജ് ചെയ്യണം കേട്ടോ. എന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്യണം കേട്ടോ. എങ്ങനെയാണ് നമുക്ക് ആദ്യമായിട്ടുള്ളൊരു സംരംഭമാണല്ലോ ഈ ഡ്രസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ചെയ്തിട്ടില്ല ഓൺലൈൻ. ഈ ചെടികളിൽ നിന്ന് കിട്ടിയ ആ ഒരു സപ്പോർട്ട് എനിക്ക് ഭയങ്കര വലുതാണ്. ഒരു പ്രശ്നങ്ങളില്ലാതെ ഈ 4 വർഷത്തോളം നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട് ഇതുവരെ, ഇന്നത്തെ ദിവസം വരെ. അതുകൊണ്ടാണ് അതിൽ നിന്ന് കിട്ടിയ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഇതും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വലിച്ചു കിട്ടുന്നില്ല. അപ്പം ഞാൻ ഇതിലേക്ക് പോവാട്ടോ. ഇത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മളെല്ലാം നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. ഫ്രീ ഷിപ്പിങ് എന്താ ഇൻട്രൊഡക്ടറി ഓഫറായിട്ട്. അപ്പോൾ അത് ഞാൻ റേറ്റ് പറഞ്ഞു പോവാം. ആ സെയിം റേറ്റ് തന്നെ ആവുള്ളൂ കേട്ടോ. വേറെ കൂടുതൽ ഒരു പൈസയും ചിലവാകത്തില്ല കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് സാധനം എത്തും. അപ്പോൾ കാണിച്ചു പോകാം. ആദ്യം തന്നെ ന്യൂജൻ കളക്ഷനാണ് കാണിക്കുന്നത്. ഇപ്പോഴത്തെ എല്ലാവരും തന്നെ സ്ലീവ്ലെസ് ഒക്കെ ഇടാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ. അപ്പോൾ അതേ രീതിയിലുള്ള ബ്ലൗസുകളാണ് കേട്ടോ കാണിച്ചു പോകുന്നത്. കോളേജ് പിള്ളേർക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള ബ്ലൗസുകൾ. അപ്പോൾ ആദ്യത്തെ കാണിക്കുന്നത് ഇതാണ് കേട്ടോ. ഈ ഒരു പാറ്റേണിലുള്ളത് ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത്. ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. ഇത് പ്രിൻസസ് കട്ടാണ് വരുന്നത്. പ്രിൻസസ് കട്ട് പ്ലസ് പാഡഡ് ആണ് വരുന്നത് കേട്ടോ. പിന്നെ ഫ്രീ സൈസാണെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത്രയും സ്പേസ് ഇട്ടിട്ടുണ്ട് കണ്ടോ. ഇത്രയും സ്പേസ് ഉണ്ട്. രണ്ട് വശത്തും ഇത്രയും സ്പേസ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്ക് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ബാക്ക് വരുന്നത് കേട്ടോ. ഇത് കൊളുത്താണ് വരുന്നത്. ഇതൊരു ചെറിയ സ്റ്റിച്ചിങ് കൂടെ ചിലതിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതങ്ങനെ പൊട്ടിച്ചിട്ട് നിങ്ങൾ ഇട്ടാൽ മതി. ഇത് ചെറിയൊരു സ്റ്റിച്ചിങ് ആണ്, അത് പെർഫെക്ഷന് വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അത് ഒന്ന് പൊട്ടിച്ചിട്ട് അതങ്ങനെ കൊണ്ട് പതുക്കെ ഒന്ന് വിടിച്ച് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അപ്പോൾ അതങ്ങനെയാണ് വരുന്നത്. പിന്നെ സ്ലീവ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. സ്ലീവ് ഇങ്ങനെയുള്ള ബ്ലൗസുകൾക്ക് നമ്മൾ സ്ലീവ് സാധാരണ യൂസ് ചെയ്യാറില്ല. എന്നാലും ചെറിയൊരു ഷോർട്ട് സ്ലീവ് ഇതിലുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ചെറിയ സ്ലീവാണ്. കുറച്ച്
ഇതാണ് വരുന്നുള്ളൂ കേട്ടോ. അത്രയും ഒരു ചെറിയ കുട്ടി സ്ലീവാണ് വരുന്നത്. അതാണല്ലോ ഈ ന്യൂജൻ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനത്തെ ഇടാനാണല്ലോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതാ ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇതൊരു മെറ്റീരിയൽ എന്ന് പറഞ്ഞത് ഒരു ഇത് നന്നായിട്ട് ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലൈനിങ് ഉണ്ട്. മെറ്റീരിയൽ ഒരു എന്താ പറയുക, ഒരു ഗ്ലോസി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അധികം കനം ഇല്ലാത്ത ടൈപ്പാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ ഇത് വരുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. എന്ത് മെറ്റീരിയലാണെന്ന് എനിക്ക് പറയാൻ കിട്ടുന്നില്ല. വിചിത്ര സിൽക്കിൻ്റെ ഒക്കെ ഒരു മോഡൽ ഒരു മെറ്റീരിയലാണ് വരുന്നത്. ഇതാ ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത് കേട്ടോ. ഇങ്ങനെ നല്ല ഭംഗിയാണ് വരുന്നത്. സ്ലീവ് പിടിപ്പിക്കാതിരിക്കുക തന്നെയായിരിക്കും നല്ലത്. ഇതാ ഇങ്ങനെ കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 490 ആണ് വരുന്നത്. ഫ്രീ ഷിപ്പിംഗ് 490 മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നുള്ളൂ. ഇതാ ഇങ്ങനെ. ഇതിൻ്റെ കളർ വരുന്നത് ഒരു ബ്ലാക്കും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഈ സെയിം പാറ്റേണിൽ തന്നെ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. 42 സൈസുകാർ ഒന്ന് കൺഫേം ചെയ്യണം കേട്ടോ. മെഷർമെൻറ്റ് ഒന്ന് കറക്റ്റ് ആണോ എന്ന് ഒന്ന് കൺഫേം ചെയ്യണം. ആദ്യത്തെ ഇതായതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാനത് പറഞ്ഞത്. 34കാർക്ക് ഒക്കെ ഓക്കെയാണ്. അപ്പോൾ ദാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ദാ ഇങ്ങനെ പാഡഡാണ്. അടിപൊളി പാഡഡാണ്. അപ്പോൾ ഒരു നല്ല ഷേപ്പ് ഉണ്ടാവും. ദാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഈ 2 കളറുകളാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. 490. പിന്നെ അതിൻ്റെ തന്നെ ഒരു ബോളിവുഡ് കട്ട് എന്ന് പറഞ്ഞിട്ട് ആ സെയിം മെറ്റീരിയൽ തന്നെ കട്ട് വ്യത്യാസമുണ്ട് കേട്ടോ. എന്താ ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ കട്ട് വരുന്നത് പാഡഡാണ്. ഒരു വീനക്ക് മോഡലാണ് വരുന്നത്. ഇതാ ഇങ്ങനെ. അതിൻ്റെ ഉള്ളിൽ നേരത്തെ കാണിച്ച പോലെ ചെറിയ സ്ലീവ്, കുട്ടി സ്ലീവ് ഉണ്ട്. കണ്ട ഇങ്ങനെ സ്ലീവ് ഉണ്ട്. ഇങ്ങനെ ഒരു ചെറിയൊരു ഇങ്ങനെയുള്ളൊരു മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയൊരു മെറ്റീരിയലാണ് വരുന്നത്. ഇതാ കണ്ടോ. ഇതുണ്ട്, ലൈനിങ് ഉണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ട് സൈഡ് ഇങ്ങനെ, ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെയും ഇത്രയും സ്പേസ് ഇട്ടിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 540 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിനൊക്കെ മാക്സിമം സ്ലീവ് ഇല്ലാതെ തന്നെ ഇടേണ്ടതായിരിക്കും ഭംഗി കേട്ടോ. 540 ആണ് റേറ്റ് വരുന്നത്. പിന്നെ അടുത്ത പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനത്തെ പാറ്റേൺ ആണ്. ഇത് നല്ല രസമാണ്. ഇത് കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. ഇത് ഇക്കത്ത് മെറ്റീരിയലാണ് വരുന്നത്. ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെ ആയിരിക്കും. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനത്തെ ഒരു ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഫോൾഡ് ചെയ്ത് അങ്ങനെ ഒരു പാറ്റേൺ ആണ് വരുന്നത്. ഫ്രണ്ടിൽ ബട്ടൺസുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ കൊളുത്തുമാണ് കേട്ടോ. ആ കൊളുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൊളുത്തിടാവുന്ന രീതിയിലാവും. ആ ഒരു ബ്ലൗസ് ഇങ്ങനെ കാണുമ്പോൾ ഒരു പെർഫെക്ഷൻ വേണമല്ലോ. അതുകൊണ്ടാണ് ആ സ്റ്റിച്ചിങ് വരുന്നത് കേട്ടോ. ചിലതിൽ മാത്രം അങ്ങനെ സ്റ്റിച്ചിങ് വരുന്നത്. ഇതാ ഇങ്ങനെ. ഇതിന് ചെറിയൊരു കുട്ടി സ്ലീവ് വരുന്നുണ്ട്. ഇതാ ഇങ്ങനെ സ്ലീവ് വരുന്നുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ കുട്ടി സ്ലീവാണ്, ചെറിയൊരു സ്ലീവ് ഇതാ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇക്കത്താണ് വരുന്നത്. ഇക്കത്ത് പാറ്റേൺ ആണ് വരുന്നത്. ഇതിനും ലൈനിങ് ഉണ്ട്. നയലൊന്നും അടിക്കില്ല. പാഡഡാണ് കേട്ടോ. ഇതും പാഡഡാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 530 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് ഇത്. 15 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. അത് സ്ലീവാണ് വരുന്നത് കേട്ടോ. 15 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട്. മറ്റേ നേരത്തേനും അങ്ങനത്തെ തന്നെയാണ് കേട്ടോ. 15 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട്, നീളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം ഇറങ്ങി കിടക്കും. നന്നായിട്ട് നല്ല ഭംഗിയിൽ നമുക്ക് സ്കേർട്ടിൻ്റെ ഒക്കെ കൂടെ ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു പാറ്റേൺ, കോളേജ് പിള്ളേർക്കൊക്കെ ഇടാൻ പറ്റുന്നത്. അതിൻ്റെ തന്നെ വേറൊരു കളറാണ് ഇത് വരുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെ. ഇതാ ഈ ഒരു കളറ്. പിന്നെ വേറൊരു കളറ് ഇതാ ഇത്. ഈ ഒരു കളറൊക്കെ ഫീച്ചേഴ്സൊക്കെ നേരത്തെ പറഞ്ഞത് സെയിം തന്നെയാണ്. 530 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇങ്ങനെ 3 കളർ കേട്ടോ. നല്ല ഭംഗിയൊക്കെ കാണാനായിട്ട്. ഇങ്ങനെ നമ്മൾ സ്ത്രീകളാണല്ലോ കൂടുതൽ ഇങ്ങനെയൊക്കെ ഉള്ളത് കൂടുതൽ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്ത് കാണുമ്പോൾ തന്നെ നല്ലൊരു രസമാണ് കാണാനായിട്ട്. പിന്നെ ഞാൻ കുറച്ച് എംബ്രോയിഡറി പാറ്റേൺ കാണിക്കാം കേട്ടോ. ഇതും ഫ്രീ സൈസിൽ തന്നെയാണ് വരുന്നത്. നമ്മളുടെ പ്രിൻസസ് കട്ട് തന്നെ ഫ്രീ സൈസിൽ. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ വരും. ബോട്ട് നെക്കാണ് വരുന്നത്. ഇങ്ങനെ ബോട്ട് നെക്കാണ് വരുന്നത്. പിന്നെ കൊളുത്തും നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കാണ്. കൊളുത്താണ് വരുന്നത് കേട്ടോ. ഇങ്ങനത്തെ ടൈപ്പ് കൊളുത്താണ് വരുന്നത്. എല്ലാ ബ്ലൗസിനും അങ്ങനത്തെ കൊളുത്താണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഫ്രണ്ട് വരുന്നത്. ഇതിൻ്റെ പാഡഡ് അല്ല കേട്ടോ. പാഡഡ് അല്ല. ഇത് പ്രിൻസസ് കട്ടാണ് വരുന്നത്.
ഉള്ളിൽ ലൈനിങ് ഉണ്ട്. ഇതാ ഇത്രയും ഭാഗം പിന്നെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ, സ്റ്റിച്ചിൻ്റെ കഴിഞ്ഞിട്ട് ഇത്രയും ഭാഗം. എന്തായാലും ഏത് ബ്ലൗസ് ആണെങ്കിലും നമ്മളുടെ സൈസുകളൊക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ, പലരുടെയും ബോഡി ഷേപ്പിലും ഇതൊക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ചെറുതായിട്ട് നമ്മൾ എന്തായാലും സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. രണ്ട് ഭാഗത്തും അത്രയും തന്നെ ഇത് കൊടുത്തിട്ടുണ്ട്. 10-10.5 ഇഞ്ച് ലെങ്ത് ആണ് കൈക്ക് വരുന്നത് കേട്ടോ. നല്ലോണം കൈ വരുന്നുണ്ട്, നമുക്ക് ഇവിടെ വരെ മുട്ട് വരെയൊക്കെ കൈക്ക് നീളം വരുന്നുണ്ട് കേട്ടോ. ഒരു 10.5 ഇഞ്ചോളം വരുന്നുണ്ട്. അപ്പോൾ 42കാർ ഞാൻ എപ്പോഴും എടുത്ത് പറയണം, 42കാർ മെഷർമെൻ്റ് ഒന്ന് കൺഫേം ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡ് വന്ന് എംബ്രോയിഡറി വന്ന് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇതൊരു ഗ്ലോസി ടൈപ്പ്, ഇതൊരു പ്യുവർ കോട്ടൺ എന്ന് പറയാൻ പറ്റില്ല, നമ്മളുടെ കോട്ടൺ സിൽക്കിൻ്റെ ഒക്കെ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ. ഒരു ചെറിയൊരു ഇതുള്ളൊരു എന്താ പറയുക, ഒരു ഗ്ലോസി ടൈപ്പ് ഒരു മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് മെറ്റീരിയൽ കാണാൻ. അതിൻ്റെ ഇത് കണ്ടോ, കയ്യിലും ആ ഒരു കളറ്. ഇതൊരു ഗോൾഡൻ യെല്ലോ കളർ, ഗോൾഡൻ യെല്ലോ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു അതെ അങ്ങനെ പറയാം അല്ലേ, അങ്ങനെ ഒരു കളറാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് ചെയ്തോളൂ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 790 ആണ് കേട്ടോ, 790 ആണ് വരുന്നത്, ഫ്രീ ഷിപ്പിംഗ്. ഇങ്ങനെ ഇനി അതിൻ്റെ പല പാറ്റേൺ ആണ് കൊണ്ടുവന്നേക്കണേ കേട്ടോ. വേറെ ഒരെണ്ണം, ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. മറ്റേ ലൈനിങ്ങും ബോട്ട് നെക്കും അതൊക്കെ അങ്ങനെ തന്നെ. ഇതിൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ്, ഇത് ഫ്രണ്ട് സൈഡ് വരും കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. എനിക്ക് ഈ എംബ്രോയിഡറി ഒക്കെ ഉള്ളതാണ് ഞാൻ കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഇതിൻ്റെ കൈയൊക്കെ 10-10.5 ഇഞ്ച് കൈ വരുന്നുണ്ട്. ഇതിൻ്റെ പൈപ്പിംഗ് ആണ് ഇതിവിടെ കൊടുത്തേക്കുന്ന, പൈപ്പിംഗ് ആണ് വരുന്നത്. ഇത് ചെയ്തേക്കുന്നത് അടിഭാഗവും പൈപ്പിംഗ് ആണ്, ഇന്നറിൽ ലൈനിങ് ഉണ്ട്. ഇത്രയും ഇത് വന്നിട്ടുണ്ട് കേട്ടോ, ലോക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്രയും നമുക്ക് ബാലൻസ് വന്നിട്ടുണ്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ. അപ്പോൾ 34 to 42 വരെ പാകാവുന്നതാണ് എൻ്റെ ഇത് കേട്ടോ. ഞാൻ അളവൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ 42കാർ അവസാനത്തെ സൈസുകാരൊന്ന് കൺഫേം ചെയ്യണം കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു വേറെ പാറ്റേൺ നല്ല ഭംഗിയാണ് കാണാൻ. ഇതിനൊക്കെ ഈ സാരിയോ റെഡ് സാരിയോ ബ്ലൂവോ ഗ്രീനോ ഇതൊക്കെ നല്ല ചേർന്ന് പോകും കേട്ടോ. സിംഗിൾ കളർ സാരികളൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയാണ്. ഇങ്ങനെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ വരും കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ഇങ്ങനെ വരും, ഇങ്ങനെ കേട്ടോ. ഇതൊരു വൈറ്റ് ആണേ, വൈറ്റ് കളറ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതിൻ്റെ തന്നെ വേറൊരു മജന്ത കളർ കേട്ടോ. നല്ലൊരു മെറ്റീരിയൽ, നല്ലൊരു സുഖമുള്ളൊരു മെറ്റീരിയലാണ്. പ്യുവർ കോട്ടൺ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു കോട്ടൻ്റെ തന്നെ ഒരു നല്ല ഫിനിഷിംഗ് ഉള്ള നല്ലൊരു വെൽവെറ്റ് ഫിനിഷ് ഉള്ള ഒരു ടൈപ്പ് അങ്ങനത്തെ നമുക്ക് തോന്നും കേട്ടോ. വെൽവെറ്റ് അല്ല കേട്ടോ, കോട്ടൺ തന്നെയാണ്. അങ്ങനെ മലൈ കോട്ടൺ അങ്ങനെയൊക്കെ പറയുന്ന അങ്ങനത്തെയൊക്കെ മെറ്റീരിയൽ വരും. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ, ഫ്രണ്ട് സൈഡ് ഇങ്ങനെ കൈ വരും. താല്പര്യമുള്ള ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ കേട്ടോ. ഇത് വേറൊരു കളറ് ഇങ്ങനെ വരും, നല്ല രസം ഇത് കാണാനായിട്ട്. ഈ കളർ ഒരു സിയാൻ ബ്ലൂ കളറൊക്കെ സാരിയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പെയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഗോൾഡൻ കളറോ അങ്ങനെയൊക്കെ പെയർ ചെയ്യാൻ പറ്റും. ഇതൊരു പച്ചയാണ് കേട്ടോ, ഡാർക്ക് പച്ചയാണ് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ വീഡിയോയിൽ ബ്ലാക്ക് ആയിട്ടാണോ തോന്നുന്നതെന്ന് അറിയത്തില്ല. ആണോ, ബ്ലാക്ക് ആയിട്ടാണോ തോന്നുന്നത്? ഗ്രീൻ ആണ് വരുന്നത്, ഗ്രീൻ കളറാണ് വരുന്നത്. നമ്മളുടെ ഈ പ്രിൻസസ് കട്ടിൻ്റെ ഭാഗം പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ഭംഗിയാക്കിയേക്കണേ. ഇത് ഇങ്ങനെയാണ് കൊളുത്ത് വരുന്നത് കേട്ടോ. ഇങ്ങനെ ലൈനിങ് പച്ച കളർ തന്നെ ലൈനിങ് കൊടുത്തേക്കുന്നു. ഈ ഭാഗത്ത് എല്ലായിടത്തും പൈപ്പിംഗ് കൊടുത്താണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ വരും ബാക്ക് ഇങ്ങനെ. ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് 790 കേട്ടോ. ഈ എംബ്രോയിഡറിയുടെ ഒക്കെ റേറ്റ് വരുന്നത് അങ്ങനെയാണ്. ഇനി നല്ലൊരു ഭംഗിയുള്ള ഒരു പാറ്റേൺ കാണിച്ചു തരാം. അടിപൊളി പാറ്റേൺ. ഇതും വൈറ്റ് കളറിലാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇത് നല്ല റെഡ് കളറോ പച്ച കളറോ മഞ്ഞ കളറോ ഒക്കെ എടുത്ത് ഒക്കെ എടുത്ത് നമുക്ക് പെയർ ചെയ്യാവുന്ന രീതിയിലുള്ള ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. എൻ്റെ കൈ വരുന്നത് ഇങ്ങനെയാണ്, ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ അത് തന്നെയാണ് കേട്ടോ വരുന്നത്. 790 തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ, നല്ല ഭംഗിയുള്ള, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് കണ്ടപ്പോൾ തന്നെ എടുത്തതാണിത്. പിന്നെ ഒരു പെയിൻറ്റിങ് ആണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് പെയിൻറ്റിങ് വരുന്നത്. ഇതിൻ്റെ കട്ടിങ് വ്യത്യാസമുണ്ട് കേട്ടോ.
ബാക്കി ഇതൊക്കെ അങ്ങനെ തന്നെ. ഫ്രണ്ട് ഭാഗം കട്ടിങ് വ്യത്യാസമുണ്ട്. ഇതൊരു പെയിന്റിങ് ടൈപ്പാണ് വരുന്നത്, ഒരു റബ്ബറൈസ്ഡ് പെയിന്റിങ് പോലത്തെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് ഇതെങ്ങനെയെങ്കിലും നമുക്ക് പിടിക്കുമ്പോൾ തന്നെ ഒരു ഇതുണ്ട്, ഒരു നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ തേക്കുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിച്ച് തേക്കണം കേട്ടോ. ഒന്ന് മറച്ചിട്ടിട്ട് മീതെ ഒരു ലെയർ തുണി കൊടുത്തിട്ടൊക്കെ തേക്കേണ്ടി വരും കേട്ടോ. നിങ്ങൾക്കത് വരുമ്പോൾ മനസ്സിലാവും, നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലാവും. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്, പ്യുവർ അങ്ങനെ പെയിന്റ് രീതിയിലുള്ളതല്ല, റബ്ബർ ചേർന്നിട്ടുള്ളൊരു പെയിന്റിങ്ങാണ് വരുന്നത്. നല്ല രസമാണ് കാണാൻ കേട്ടോ. നമുക്ക് കാണുമ്പോൾ നല്ല റെഡ് കളറാണ്. അതിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് ഇതാ ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു കട്ടാണ് വരുന്നത്. ഇങ്ങനെ ഇത് പ്രിൻസസ് കട്ട് വന്നിട്ട് പിന്നെ ഇവിടെ ഈ കട്ടിനൊക്കെ ഒരു പ്രത്യേക പേരുണ്ട് കേട്ടോ, എനിക്ക് പേര് അറിയത്തില്ല. അതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ബാക്കിയെല്ലാം അതേപോലെ തന്നെ ലൈനിങ് ഉണ്ട്. കൈയൊക്കെ അത്രയും നല്ല നേരത്തെ പറഞ്ഞ അത്രയും തന്നെ നീളം കേട്ടോ. 10 ഇഞ്ച് നീളത്തിൽ വരുന്നു. 34 to 42 വരെയുള്ളവർക്ക് പറ്റുമായിരിക്കും. 42കാർ പറ്റുമായിരിക്കും എന്നല്ല, 42കാർ മെസ്സേജ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഇത് വരുന്നത് 750 ആണ് വരുന്നത് കേട്ടോ, 750. അതിനേക്കാൾ റേറ്റ് കുറവാണ് ഇതിന് വരുന്നത്. 750 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ ഒരു യെല്ലോ വരുന്നിട്ടുണ്ട്, ഇതാ ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെയാണ്. ഇതിനൊക്കെ ബാക്കിനാണ് കേട്ടോ പ്രാധാന്യം കൂടുതൽ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ബാക്ക് കാണിക്കുന്നത് കേട്ടോ. ഇത് വരുന്നത് ഒരു നൂലാണ് വരുന്നത്, ഒരു വൂളൻ ത്രെഡാണ് വരുന്നത്. എന്നിട്ട് അങ്ങനത്തെ ഒരു ഇതെന്താ ആപ്ലിക് വർക്കാണ് വരുന്നേക്കുന്നത് കേട്ടോ. ഇതൊരു ത്രെഡാണ് വരുന്നത്. ത്രെഡ് ഇങ്ങനെ ഇത് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അതിൻ്റെ പാറ്റേൺ നേരത്തെ കാണിച്ച പോലെ തന്നെ ബ്ലൗസിൻ്റെ പാറ്റേൺ ആണ് വരുന്നത്. ഇതാ ഇങ്ങനെയായിട്ടാണ് വരുന്നത്. ലൈനിങ് ഉണ്ട്, 10 ഇഞ്ച് കൈക്ക് നീളം വരുന്നു കേട്ടോ. ഇതാ എല്ലാവിടും പൈപ്പിംഗ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നതും 750 ആണ്. നേരത്തെ കാണിച്ച അതേ റേറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ. 750 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇങ്ങനെ ഇനി നമുക്ക് കുറച്ച് നല്ല ഭംഗിയുള്ള ഇതൊക്കെ കാണിച്ചു പോകാം. ഇത് കോളർ വരുന്ന ഒരു ടൈപ്പ് കേട്ടോ. എനിക്ക് കോളറൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് കാരണം അങ്ങനെയൊക്കെ ഉള്ളത് നോക്കിയിട്ട് എടുത്തതാണ് കോളറുള്ളത്. ഇതൊരു ഇക്കത്ത് പാറ്റേണിലാണ് വരുന്നത്. ലൈനിങ് ഉണ്ട്, ഇവിടെ ഒരു ചെറിയൊരു ബോൾസ് ഒക്കെ കൊടുത്ത് അങ്ങനെ ഭംഗിയാക്കിയിട്ടുണ്ട്. വുഡൻ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 15 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട്. നല്ല രസമാണ് വരുന്നത് കേട്ടോ. ഇതിന് കൈ വരുന്നുണ്ട്, ഷോർട്ട് സ്ലീവ് ആണ് വരുന്നത്. സ്ലീവ് വരുന്നത് പാഡഡ് ആണ് വരുന്നത് കേട്ടോ. സ്ലീവ് വരുന്നുണ്ട് കേട്ടോ. എന്താ ഇങ്ങനെ ഷോർട്ട് സ്ലീവ് ആണ് വരുന്നത് കേട്ടോ. കുറച്ച് നീളം ഉണ്ടാവുള്ളൂ, ഷോർട്ട് സ്ലീവ് ആണ്. ഇതിനൊക്കെ സ്ലീവ് ഇല്ലാതെ തന്നെയായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ പാഡഡ് ആണ് വരുന്നത്. പ്രിൻസസ് കട്ടാണ് കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മെസ്സേജ് തീർച്ചയായിട്ടും ചെയ്തോളൂ. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. നല്ല രസമാണ് കേട്ടോ, നല്ല രസമാണ്. ഇത് തന്നെ ഒത്തിരി പേര് ഇപ്പം തന്നെ റീസ്റ്റോക്ക് പറഞ്ഞത്, കസിൻസിനൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവരെ ഇപ്പം തന്നെ റീസ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട്. ഇത് നല്ല രസമാണ് കാണാനായിട്ടോ. പിന്നെ ഒരു ഇങ്ങനെയുള്ളൊരു ബ്ലൗസ് കേട്ടോ. ഇത് 3 കളറായിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഇത് നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ടോ. ഇങ്ങനെ ഇതൊരു നമ്മുടെ മെറ്റീരിയലിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റാർച്ച് ചെയ്യുന്ന ടൈപ്പ് അങ്ങനത്തെ ഒരു മെറ്റീരിയലില്ലേ, ആ ടൈപ്പ് മെറ്റീരിയലാണ്. ലൈനിങ് ഉണ്ട്, ബ്ലാക്ക് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ലൈഫിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ബ്ലാക്കോ റെഡോ ഒക്കെ സാരിയൊക്കെ കൊടുത്ത് പെയർ ചെയ്യാവുന്നതാണ്. 15 ഇഞ്ച് ലെങ്ത്താണ് വരുന്നത്. പാഡഡാണ് കേട്ടോ. ഇതിനും സ്ലീവ് ഉണ്ട് കേട്ടോ. ഇതും ഷോർട്ട് സ്ലീവ് ആയിരിക്കും. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീവ് ഇല്ലാതെ തന്നെ വെക്കേണ്ടതാണ് നല്ലത്. ഇതൊരു 6 ഇഞ്ച് സ്ലീവ് അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇത്രയും സ്ലീവാണ് വരുന്നത്. സ്ലീവ് ചിലപ്പോഴൊക്കെ മടക്കി വെച്ചേക്കാം, അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് എത്ര ലെങ്ത് വരുന്നു അറിയാൻ പറ്റില്ല. ഇതൊരു സ്ക്വയർ നെക്കാണ് ഫ്രണ്ടിൽ വരുന്നത് കേട്ടോ. ഇത് നല്ല രസമാണ് കാണാനായിട്ട്, നല്ല ഭംഗിയാണ്, ഒരു എലഗൻ ലുക്ക് ഉണ്ട്. ഇങ്ങനെ കേട്ടോ വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 640 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. 640 ആണ് റേറ്റ് വരുന്നത്. ഞാൻ ഇത് വെച്ചിട്ടത് 640 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. പിന്നെ ഒരു ചിക്കൻകാരിയുടെ വന്നിട്ടുണ്ട്, ചിക്കൻകാരി വർക്കിൻ്റെ വന്നിട്ടുണ്ട്. ഇങ്ങനെ കേട്ടോ ചിക്കൻകാരി. നല്ല ഭംഗിയുള്ള, ഇപ്പോൾ നമുക്ക് മിക്ക സാരികളുടെയും ഒരു ഇതിൻ്റെയൊക്കെ ചന്തേരി കോട്ടനോ അങ്ങനെയൊക്കെയുള്ള കോട്ടൺ സാരികളുടെയൊക്കെ കൂട്ടത്തിൽ പെയർ ചെയ്യാൻ പാകത്തിന് ഉള്ളതാണ്. ഈ നമ്മളുടെ ഇൻഡിഗോ ബ്ലൂ അങ്ങനെയൊക്കെ ഉള്ള സാരികളുടെ കൂട്ടത്തിൽ ഇത് പാഡഡ് ആണ് വരുന്നത്. ചിക്കൻകാരിയാണ് ഇത് വരുന്നത്. വിത്ത് സീക്വൻസ് ഡീറ്റെയിലിംഗ് കൂടെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ,
സീക്വൻസ് ഡീറ്റെയിലിംഗ് ഉണ്ട്. ഓഫ് വൈറ്റ് ആണ് കളർ വരുന്നത്. അതിൻ്റെ ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇടുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ഒരു കെട്ടും കൂടെ ഉണ്ട്. ഈ ഇത്രയും വൈഡൊന്നും അല്ല കേട്ടോ, നമുക്ക് ഇടുമ്പോൾ ഭംഗിയാണ്. ഞാൻ ഇട്ടിരുന്നു, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞാൻ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ ബ്ലൗസൊക്കെ ഇട്ട് കാണിക്കാം കേട്ടോ. ഇതിൻ്റെ അതിന് ശേഷം ഇവിടെ ഹുക്കാണ് വരുന്നത്. അത് ഒരു 4-5 ഹുക്കാണ് വരുന്നത് കേട്ടോ. ഹുക്ക് കൊടുത്ത് നല്ല ഭംഗിയാക്കാൻ പറ്റും. 640 കേട്ടോ റേറ്റ് വരുന്നത്. ചിക്കൻ കാരിയുടെ ഒക്കെ ഇതറിയാലോ, നല്ല ഭംഗിയായിട്ട് നമുക്ക് പെയർ ചെയ്യാവുന്നതാണ്. 640. പിന്നെ ഇത് വരുന്നത് ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതൊരു എന്താ പറയുക, കലങ്കാരി ഇതാണ്. കലങ്കാരിയിൽ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ബോട്ട് ഇതാ ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് കൂടെ കൊടുത്ത് അത് ഡീറ്റെയിൽ ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ ഇതാണ് പ്രിൻസസ് കട്ടാണ് വരുന്നത്. ഒരു വൈറ്റ് കളർ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 720 720 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെ 10.5 ഇഞ്ച് ലെങ്ത്ത് കൈയുണ്ട്. 15 ഇഞ്ച് ഇത് വരുന്നുണ്ട്, ലെങ്ത്ത് വരുന്നുണ്ട്. അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ നല്ല ഭംഗിയായിട്ടുള്ള കോളറൊക്കെയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പാറ്റേൺ ഇതാ ഇത് വരുന്നത്. ഇത് നല്ല രസമാണ് കാണാനായിട്ട്. ഇതാ ഇങ്ങനെയാണ്. ഇത് വുഡൻ ബട്ടൺ ആണ് കേട്ടോ. ഫുള്ള് വുഡൻ ബട്ടൺ ആണ്, കൊളുത്തല്ല. ബട്ടൺ ഇത് ചെയ്യാം. ഈ ഭാഗം നമുക്കിതാ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് അങ്ങനെയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഒരു നല്ല രസമായിട്ട് ഇങ്ങനെയായിട്ട് വരുന്നത്. ഇത് ഇതാണ് കേട്ടോ. ഇതാ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ആ ഭാഗം ഇല്ല. നല്ല രസമാണ് കാണാനായിട്ട്, നല്ലതാണ്. ഇതാ ഇങ്ങനെ കോളർ വരുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. ഇതിനും ഒരു 10 ഇഞ്ച് കൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സ്ലീവ് അത്രയും ഇത് മടക്കി വെച്ചേക്കുക. വിത്ത് ലൈനിങ് ആയിട്ടാണ് തന്നെ കൊടുത്തേക്കണേ. ഇങ്ങനെയാണ് കേട്ടോ. നല്ല രസമാണ്. ഇതാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇത് എന്ന് പറയാം. 790 ആണ് റേറ്റ് വരുന്നത്. 790 കേട്ടോ. നല്ല ഭംഗിയിൽ നമുക്ക് പെയർ ചെയ്യാൻ പാകത്തിന്. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സ്കേർട്ട് മാത്രം ഇട്ടിട്ട് നമുക്ക് പിള്ളേർക്കൊക്കെ അങ്ങനെ ഇടാൻ പറ്റും നല്ല ഭംഗിയായിട്ട്. പിന്നെ സ്ലീവ് ഇല്ലാത്തൊരു മോഡൽ കേട്ടോ. അതാ ഇങ്ങനെ കലങ്കാരി അല്ല, അജ്രക്കിൻ്റെ ഇതാ ഇങ്ങനെയാണ് റേറ്റ് ഇത് വരുന്നത്. പാഡഡ് ആണ്. സ്ലീവ് ഇല്ല. ഇതിൻ്റെ റേറ്റ് വരുന്നത് 740 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെ. പിന്നെ കുറച്ച് ഉള്ള പാറ്റേൺ കാണിക്കാം. ഇതും നമ്മളുടെ ഹൈനെക്ക് പാറ്റേൺ ആണ്. ഇതാ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഇതിൻ്റെ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. പാഡഡ് ആണ്. 15 ഇഞ്ച് ലെങ്ത്ത്. സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്ലീവ് ഒരു 10 ഇഞ്ച് സ്ലീവും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ കേട്ടോ. അതിൻ്റെ തന്നെ വേറൊരു കളറും കൂടെ ഉണ്ട് കേട്ടോ. സെയിം തന്നെ കേട്ടോ. ഇങ്ങനെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 740 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ 2 കളറുകളാണ് ഉള്ളത് കേട്ടോ. സെയിം തന്നെയാണ് വരുന്നത്. ഏതാ നീല കണ്ടില്ലായിരുന്നോ? ഇങ്ങനെ 740 തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ വേറൊരു നല്ലൊരു ഭംഗിയുള്ളൊരു പാറ്റേൺ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആദ്യം തന്നെ റേറ്റ് ഞാൻ പറഞ്ഞു പോവാം. 740 ആണ് റേറ്റ് വരുന്നത്. ഇങ്ങനെ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. നല്ല വിത്ത് ലൈനിങ് ആയിട്ട് ഇത് കണ്ടോ. ഇതിൻ്റെ ഇതൊക്കെ പൈപ്പിംഗ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതാണ്. ഇതിൻ്റെ ബാക്ക് ഭാഗം വരുന്നത് ഈ ഒരു കളറും കൂടെ ഉണ്ട് കേട്ടോ. 2 കളറുണ്ട്. ബാക്ക് ഭാഗം വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ നല്ല രസമാണ് വരുന്നത് കേട്ടോ. നല്ല ഇവിടെ ഒരു ഹുക്കുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത് ബാക്ക്. ഫ്രണ്ട് വരുന്നത് ഇങ്ങനെ കേട്ടോ. 2 കളറുകളാണുള്ളത്. ഈ കളറും 740 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. ഏത് താല്പര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ. പിന്നെ ഇത് നല്ലൊരു പാറ്റേൺ ആയിട്ട് കലങ്കാരി ടൈപ്പ് നല്ല രസം അത് വരുന്നത് കേട്ടോ. ഒരു ബോൾ ടൈപ്പ് ബലൂൺ ടൈപ്പ് സ്ലീവും. ഇത് സ്ലീവ് 10 ഇഞ്ച് ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. കുറച്ചുകൂടി കുറവാണ്. ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് കേട്ടോ. ഈ ഒരു ലെങ്ത്താണ് വരുന്നത് കേട്ടോ. 8 ഇഞ്ചൊക്കെ വരുന്നുണ്ടാവും. ഇങ്ങനെയാണ് വരുന്നത്. ഇതൊരു അംഗ്രക പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഇവിടെ കൊളുത്തുകൾ സാധാരണ രീതിയിലുള്ള കൊളുത്തും ഇതൊക്കെയായിട്ട് പാഡഡ് ആണ് വരുന്നത്. ഇത് നമുക്ക് ഇവിടെ കെട്ടി വെക്കാം. അംഗ്രക പാറ്റേൺ വരുന്നത് ഇത് ഇങ്ങനെ
ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 660 ആണ് വരുന്നത്. 660 റേറ്റ് വരുന്നത് കേട്ടോ. ഇതും നല്ല രസമാണ്. 15 ഇഞ്ച് ലെങ്ത്തും വിത്ത് ലൈനിങ്ങും എല്ലാം പൈപ്പിങ്ങിൻ്റെ ആ ഡീറ്റെയിലിങ്ങും എല്ലാം വരുന്നുണ്ട് കേട്ടോ. കൈ വരുന്നത് ഇതാ ഇങ്ങനെയാണ്. ഈ ബലൂൺ പാറ്റേൺ ആണ്. ഇതാ ഇങ്ങനെ ഒരു പഫൊക്കെ കൊടുത്തിട്ട് ഈ സൈഡിലും പഫൊക്കെ കൊടുത്ത് വരുന്നത് കേട്ടോ. 640 ആണ് റേറ്റ് വരുന്നത് അല്ലേ? 640 ആണല്ലോ. 660 സോറി 660 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ താല്പര്യമുള്ളത് മെസ്സേജ് ചെയ്ത്. ഇപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുണ്ടെന്ന് അറിയാം. നമ്മൾ ഇനി ഓരോരോ പാറ്റേൺ ആയിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കുറച്ച് ലെങ്ത് കുറയ്ക്കാനും പറ്റും. ഇതിപ്പോൾ ആദ്യത്തെ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ലെങ്ത് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചോളൂ. വേറെ കൊറിയർ ചാർജ് ഒന്നുമില്ല. ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത്. ഞാൻ ഈ പറഞ്ഞ റേറ്റ് മാത്രമാണ് കേട്ടോ ഇതിന് വരുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.